കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനം. ഇന്ന് CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയേക്കും. രാജിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം എന്ന നിലപാടിലാണ് CJP. സമരവേദിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതോടെ ഡൽഹി കനത്ത സുരക്ഷയിലാണ്. KM ഷബ്ന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് 3ാം ഘട്ട ചർച്ച നടക്കാനിരിക്കുകയും CJPയുടെ സമരം ശക്തം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ സമരപ്പന്തൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി തന്നെയാണ് ഇന്നും സമരവേദിയുള്ളത്. ഇപ്പോൾ വലിയ ചൂടുണ്ടെങ്കിൽ പോലും മിശ്രിയൊക്കെ വീശി ഈ വിദ്യാർത്ഥികൾ സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നും കാണാനുള്ളത്. കാരണം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുമായി ചർച്ച നടക്കുക. ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുണ്ടായാൽ അതിൽ ഒത്തുതീർപ്പോടുകൂടി ഈ സമരം അവസാനിപ്പിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ചർച്ച വെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലൊന്നും തന്നെ ഇത് തീരുമാനമായിരുന്നില്ല. ഇന്നലത്തെ ചർച്ചയിൽ 2 ഉപാധികൾ, ഇവർ പറഞ്ഞ 2 ഉപാധികൾ, അതായത് കേസുകൾ എടുക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, ഇതിൽ ഇരകളായിട്ടുള്ളവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാം. ഈ 2 ഉപാധികൾ അംഗീകരിക്കുമ്പോൾ പോലും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, അത്തരമൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നു. ഇവരുടെ പ്രധാന ആവശ്യവും അത് തന്നെയാണ്. ഈ സമര വേദിയിലെത്തിയിട്ടുള്ള ഓരോ കുട്ടികളും പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ കുട്ടികളടക്കം, ചെറിയ സ്കൂൾ കുട്ടികളടക്കമുള്ളവർ ഈ സമരവേദിയിലേക്ക്, സമര സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കാരണം ഇന്നും ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോഴിവിടെ ഉള്ളത്. അവർ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, പ്ലക്കാർഡുകൾ ഉയർത്തുന്നു. തങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് തങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഈ സമരത്തെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കോ പോയാൽ അത് ഇവർ ശക്തമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നിവർ പറയുന്നു. മറ്റൊന്ന്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചർച്ചയാണ്. ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ ഇവർ സംതൃപ്തരായാൽ മാത്രമായിരിക്കും ഈ സമരം ഒത്തുതീർപ്പാക്കുക. പക്ഷേ അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് സമരത്തെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ഒരു ആരോപണവും ശക്തമാണ്. ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ നെറ്റ് സൗകര്യം ലഭ്യമല്ല. അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളൊന്നും സർക്കാർ അനുവദിക്കാതെയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സമരത്തെ നേരിടുന്നത്. ഏതായാലും 3 മണിക്ക് ചർച്ചയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ സമരത്തിൻ്റെ ഭാവി ഇനി എന്ത് എന്ന് തീരുമാനിക്കുക.